ഹലോ ഫ്രണ്ട്സ്, ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഞാനൊരു ഫേസ് വാഷ് പരീക്ഷിച്ചിട്ട് അത് കഴുകി കളയുകയാണ് കേട്ടോ. അത് കഴുകി കളഞ്ഞപ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഫേസ് വാഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ഒരു അല്പം തൈരാണ്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ് വാഷാണ്. അല്പം തൈര് വേണം. തൈരെന്ന് പറഞ്ഞാൽ നമ്മളെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യും, നന്നായിട്ട് ടാനൊക്കെ മാറാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. അതിനുശേഷം ഞാനതിൽ ആ തൈരിലോട്ട് ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച് വയ്ക്കുന്ന അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷാണ് വേണ്ടത്. ഞാനിവിടെ ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷാണോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് പതയൊന്നുമില്ലാത്ത ഫേസ് വാഷാണ്, അപ്പോൾ അതുകൊണ്ട് പതയുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മുഖം ചെറുതായിട്ടൊന്ന് പച്ചവെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഈ ഫേസ് വാഷ് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കഴിയുമ്പോൾ നല്ലതായിട്ട് മുഖം ബ്രൈറ്റ് ആവുമെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഫുള്ളായിട്ട് ഞാൻ ആ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2-3 സെക്കൻഡ് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു മുഖത്ത്. എന്നിട്ട് ഞാനത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ആ ഫേസ് ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ആയതുകൊണ്ട് അങ്ങനെ വലിയ സ്ക്രബിങ് ഒന്നും വരത്തില്ല. എന്നാലും നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ആ വീഡിയോ പറയുന്നത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഖം ഫുള്ളായിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് അറിയണം, അത് ബ്രൈറ്റ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ അത് കൊണ്ടാണ് ഞാൻ അത് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് വാഷ് ചെയ്യാൻ പോവാണേ. ഈ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുണ്ട്? ബ്രൈറ്റായോ മുഖം? സത്യം പറയാമല്ലോ, എനിക്ക് അങ്ങനെ വലിയ ബ്രൈറ്റ്നെസ് ഒന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ മുഖം ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു. സാധാരണ നമ്മൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാണോ ആവുന്നത് അതുപോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ബ്രൈറ്റ്നെസ്സും എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.